നവകേരള സദസ്സിൽ നിന്ന് സർക്കാരിന് ഇതുവരെ ലഭിച്ചത് 6,21,167 പരാതികൾ. പരാതികൾ തീർക്കാൻ ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നത് സർക്കാർ പരിഗണനയിലാണ്. അതേസമയം പരാതികളിൽ എത്രയെണ്ണം തീർപ്പാക്കിയെന്ന വിവരം സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പരാതികൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടിയായിരുന്നില്ല നവകേരള സദസ്സെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാരിന് മുന്നിലേക്ക് മണ്ഡലങ്ങളിൽ നിന്നെത്തിയത് ലക്ഷക്കണക്കിന് പരാതികളാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിച്ച നവകേരള സദസ്സിന്റെ കണക്ക് പുറത്തു വരുമ്പോൾ 6,21,167 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. ഇനി എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ കൂടി നവകേരള സദസ്സ് നടക്കാനുമുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും അധികം പരാതികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 81,354 പരാതികളാണ് ജില്ലയിൽ നിന്ന് ലഭിച്ചത്. പരിപാടിയുടെ തുടക്കത്തിൽ 2,000-നും 3,000-നും ഇടയിൽ പരാതികൾ മാത്രമാണ് ചില മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ യാത്ര 10 ദിവസം പിന്നിട്ടതോടെ പരാതികളുടെ എണ്ണത്തിലും വർധനമുണ്ടായി. പാലക്കാട് 61,234, കൊല്ലത്ത് 50,938, പത്തനംതിട്ടയിൽ നിന്ന് 23,610, ആലപ്പുഴയിൽ 53,044, ഇടുക്കിയിൽ 42,234, കോഴിക്കോട് 45,897. കാസർഗോഡാണ് ഏറ്റവും കുറച്ച് പരാതികൾ ലഭിച്ചത്. 14,704 പരാതികൾ മാത്രമാണ് ജില്ലയിൽ നിന്ന് ലഭ്യമായത്. പല പരാതികൾക്കും തീർപ്പുണ്ടായിട്ടുണ്ടെങ്കിലും എത്രത്തോളം പരാതികൾ പരിഹരിച്ചുവെന്ന കാര്യം സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. പരാതികളിൽ പലതും നിയമവശങ്ങൾ കൂടി പരിഗണിച്ച് തീർപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തീർപ്പാക്കാൻ സമയമെടുക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 45 ദിവസത്തിനുള്ളിൽ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് നവകേരള സദസ്സിന്റെ തുടക്കത്തിൽ സർക്കാർ അവകാശപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കാൻ ഓരോ ജില്ലയിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും കുറെയെങ്കിലും പരാതികളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ സർക്കാരിന് നവകേരള സദസ്സ് വലിയ തിരിച്ചടിയാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.